അന്ന് പിന്നെ നമുക്ക് ഇന്നൊരു ബ്രെഡ് ഉണ്ടാക്കാം. ഓട്സ് വെച്ചിട്ട് ഇന്ന് ഓട്സ് ബനാന ബ്രെഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ 1.5 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ അതേ എൻ്റെ അടുത്ത് 3 ചെറുപഴം ഉണ്ടായിരുന്നു. ആ 3 ചെറുപഴത്തിനെ എടുത്ത് ആ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് 2 എഗ്ഗ് അങ്ങനെ പൊട്ടിച്ചൊഴിക്കുക. ഇനി നല്ല രീതിയിൽ അതിനൊന്ന് മിക്സ് ചെയ്തെടുത്തു. 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു, കുറച്ച് വാനില എസൻസും പിന്നെ ഒരു നുള്ള് കറുവപ്പട്ട പൊടിച്ചതും കൂടി ഇട്ടു കേട്ടാ. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടാ. 1/2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതേ ഞാൻ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ 150 ഡിഗ്രിയിലാണ് വെച്ചത്. ഇനി വേഗം പൊടിച്ച് വെച്ചേക്കണ ഓട്സ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടു. എന്നിട്ട് മിക്സ് ചെയ്ത് പിന്നെ വീണ്ടും കുറച്ച് ഉപ്പിട്ട് വീണ്ടും മിക്സ് ചെയ്യാണ് കേട്ടോ. ബട്ടർ പേപ്പർ ഈ പാത്രത്തിൽ വെച്ച് ഞാൻ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാൻ പോകും. 4 ബദാം ഇങ്ങനെ ചെറുതായിട്ട് എരിഞ്ഞിട്ട് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തത്. പക്ഷെ ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തെടുത്തു. എനിക്കത് ബേക്കായ പോലെ ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ നമ്മുടെ ബനാന ഓട്സ് ബ്രെഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പീസുകളായിട്ട് ഞാൻ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ചൂടുണ്ട്. അപ്പോഴേക്കും ഗ്രേസ് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അഭിപ്രായങ്ങൾ പറയാനോ മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോയിൽ വരാം. എല്ലാവർക്കും ബൈ ബൈ.